കേളകം പഞ്ചായത്തിലെ അടയ്ക്കാത്തോട് പ്രദേശം നേരിട്ടുകൊണ്ടിരിക്കുന്ന രൂക്ഷമായ വന്യജീവി ആക്രമണത്തെക്കുറിച്ച് നമുക്കറിയാം. കടുവയുടെ ആക്രമണം തുടങ്ങിയിട്ട് നാളുകളായി. 12-ാം തീയതിയാണ് ആദ്യമായിട്ട് കടുവയെ കണ്ടത്. പക്ഷേ അതിനു മുമ്പേ കടുവയുടെ വിവിധ തരത്തിലുള്ള സാന്നിധ്യത്തെക്കുറിച്ച് അവിടുത്തെ ജനങ്ങളൊക്കെ അറിയിക്കുകയുണ്ടായി. അന്നു മുതൽ ഇന്ന് വരെ അവിടുത്തെ ജനങ്ങളെല്ലാവരും തികച്ചും ജനാധിപത്യപരമായി അന്വേഷണത്തോടൊക്കെ വളരെ താല്പര്യത്തോടുകൂടി സഹകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് സഹകരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ നമ്മുടെ ആ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ച് ഇതുവരെയും ആ കടുവയെ പിടികൂടാനോ മേൽ നടപടികൾ സ്വീകരിക്കാനോ ഗവൺമെൻറ്റിനോ വനം വകുപ്പിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറെ ആശങ്കാജനകമായ കാര്യമാണ്. അതിൻ്റെ പരിണിതഫലമായി ഇന്നലെ അടയ്ക്കാത്തോട് പള്ളിയിൽ വെച്ച് ആ നാട്ടിലെ വിവിധ മതവിഭാഗത്തിലും രാഷ്ട്രീയ മേഖലയിലുള്ളവരും എല്ലാവരും അവിടുത്തെ പൊതുജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി അടയ്ക്കാത്തോട് സംരക്ഷണ സമിതി രൂപീകരിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ആവശ്യം എത്രയും പെട്ടെന്ന് കടുവയെ പിടിച്ച് ആ നാടിനെ വീണ്ടും അവിടുത്തെ ജനങ്ങളെ സാധാരണ ജീവിത നിലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. 144 പ്രഖ്യാപിച്ച് ഇപ്പോൾ അവിടുത്തെ ജനജീവിതത്തെ, അതിൻ്റെ സ്വാതന്ത്ര്യത്തെ സ്തംഭിപ്പിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അതിനെ എത്രയും പെട്ടെന്ന് സാധാരണ നിലയിലേക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട്. അതിനുള്ള സാധ്യതകൾ ഒരുക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ ഞങ്ങൾ നടത്തും എന്നുള്ളതാണ് ഇവിടെ അറിയിക്കാനായിട്ടുള്ളത്. കടുവയെ കണ്ടിട്ടും അതിനെ വെടിവെക്കാനായിട്ട് ഓർഡർ ഉണ്ടായിട്ടും വെടിവെക്കുന്നില്ല എന്നുള്ളത് തികച്ചും അവലംബിക്കേണ്ട എടുത്തു പറയേണ്ടതായ ഒരു കാര്യമാണ്. കടുവ ഒരിക്കലും വന്ന് നിന്ന് വെടിവെച്ചോളം പറയില്ല എന്ന് നമുക്കറിയാം. കാണുമ്പോൾ തന്നെ അതിനെ മയക്കുവെടി വെച്ച് കൂട്ടിലടയ്ക്കുകയോ ഇല്ലെങ്കിൽ കൊന്നുകളയുകയോ ചെയ്ത് ജനത്തിൻ്റെ സാധാരണ ജീവിതത്തെ സംരക്ഷിക്കാൻ അധികാരികൾ തയ്യാറാകണം. ഇല്ല എങ്കിൽ ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് ഞങ്ങളുടെ നാട് നീങ്ങും. ഇപ്പോൾ കുട്ടികളുടെ പരീക്ഷ നടക്കുന്ന സമയമാണ്. ക്രൈസ്തവ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നടക്കുന്ന സമയമാണ്. കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള സാധ്യതയില്ല. കാരണം അവിടെ പോലീസ്, വനം വകുപ്പും ഒക്കെ അതിലെ കൂടെ കറങ്ങാൻ തുടങ്ങിയിട്ട് നാളുകളായി. 150ഓളം ആളുകൾ അതിലൂടെ വനസംരക്ഷണം, കടുവ സംരക്ഷണം എന്ന പേരിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളൊക്കെ ഭീതിയോടുകൂടിയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. അതുപോലെ തന്നെ ദേവാലയത്തിൽ വരാനും പള്ളിയിൽ പോകാനും ഒന്നും ആളുകൾക്ക് പറ്റാത്ത സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏറെ ഭീതികരമായ അവസ്ഥയിലൂടെ മനുഷ്യർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. സത്വര നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എത്രയും പെട്ടെന്ന് സ്വീകരിക്കണം. നിലപാടുകൾ കൈക്കൊണ്ട് ജനജീവിതത്തെ എത്രയും പെട്ടെന്ന് അവിടെ സംരക്ഷിക്കണം. അതിനുള്ള സാധ്യതകൾ ഉണ്ടാകണമെന്ന് പ്രത്യേകമായി ഞങ്ങൾ ഓർമ്മയില്ല. ഈ ശക്തമായ പ്രതിഷേധത്തിലേക്ക്, പ്രക്ഷോഭത്തിലേക്ക് അവിടുത്തെ ജനങ്ങൾ നീങ്ങുന്നതായിരിക്കും. നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടാണ് അടയ്ക്കാത്തോട് ഗ്രാമം നിലകൊള്ളുന്നത്. കുടിയേറ്റ കർഷകരുടെ ജീവനും സ്വത്തിനും ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കപ്പെടേണ്ടത് ഈ സാഹചര്യത്തിൽ അവരിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദന എന്ന് പറയുന്നത് അവരും അവരുടെ മക്കളും അവരുടെ കൃഷിയും സമ്പത്തുമെല്ലാം വന്യജീവികളുടെ കടന്നാക്രമണത്തിൽ വളരെയേറെ സങ്കീർണമായ ഒരവസ്ഥയിൽ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം ആണുണ്ടാവേണ്ടത്. താൽക്കാലിക പരിഹാരം എന്ന നിലയിൽ ഒരു മൃഗത്തെ കൂട്ടിലാക്കുകയോ വെടിവെക്കുകയോ ചെയ്തുകൊണ്ട് അവസാനിക്കുന്ന ഒരു കാര്യമല്ല. അടയ്ക്കാത്തോടിൻ്റെ ഞങ്ങളുടെ പൂർവിക പിതാക്കന്മാർ അവരുടെ ജീവനും അവരുടെ സ്വത്തും ബലിയർപ്പിച്ചുകൊണ്ട് നേടിയെടുത്ത ഒരു പാരമ്പര്യത്തെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് പിൻഗാമികളായ ഞങ്ങളെന്ന് ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഞങ്ങളുടെ ഇനിയുള്ള മുന്നോട്ടുള്ള ഗമനമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലേക്ക് ഫാദർ സെബിൻ ഐക്കരത്താഴത്ത്, അതുപോലെ തന്നെ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് ഇമാം അബ്ദുസ്സലാം ബാക്കവി, ഇവർ രണ്ടുപേരും അഡ്വൈസറി ബോർഡിൽ നിലനിന്നുകൊണ്ട് തന്നെ പ്രസിഡൻ്റായിട്ട് ഐസക് പുത്തംവീട്ടിൽ, സെക്രട്ടറി താജുദ്ദീൻ എന്നെ, വൈസ് പ്രസിഡൻ്റായിട്ട് വിജയൻ കുറ്റിമാക്കൽ, ജോയിൻറ്റ് സെക്രട്ടറി ജസ്റ്റിൻ ബീരാമ്പേലിൽ, ട്രഷറർ ജോസഫ് ആഞ്ഞിലിവേലിൽ എന്ന് അവരെ എക്സിക്യൂട്ടീവായി നിശ്ചയിച്ചുകൊണ്ട് ബൃഹത്തായൊരു കമ്മിറ്റിക്കാണ് രൂപം നൽകിയിരിക്കുന്നത്. കമ്മിറ്റിയുടെ പ്രഥമ യോഗത്തിൽ തന്നെ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന
ഏറ്റവും വലിയ പ്രതിസന്ധിയെ എങ്ങനെ നേരിടാമെന്ന് ചർച്ച ചെയ്യുകയും ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റും അധികാരികളും ജനങ്ങളുടെ സ്വത്തിനും ജീവനും വില കൽപ്പിക്കാതെ മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഒരു വേള 144 എന്ന ഉമ്മാക്കി കാട്ടിക്കൊണ്ട് ജനങ്ങളെ അടക്കിയിരുത്താമെന്ന വ്യാമോഹം വേണ്ട എന്ന് പ്രഖ്യാപിക്കാനാണ് ഈ അവസരം ഞങ്ങൾ വിനിയോഗിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്വത്തും സമ്പത്തും സന്താനങ്ങളും ഞങ്ങളുടെ നാടിൻ്റെ ഐക്യവും നാട് നേടിയെടുത്തിട്ടുള്ള ഇന്നലകളുടെ പാരമ്പര്യവും അത് നിലനിർത്തേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്. ഉദ്യോഗസ്ഥന്മാരും അധികാരികളും രാഷ്ട്രീയക്കാരും കഴിഞ്ഞ കാലഘട്ടത്തിൽ വോട്ട് ബാങ്ക് ആയിട്ട് മാത്രം ഞങ്ങൾ ഉപയോഗിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു പുതിയ ചിന്ത ഞങ്ങളിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു. ഞങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊരവസ്ഥയിലാണ്. ഇപ്പോൾ ഈ പുലിയെ കണ്ടെത്തിയതിന് ആഴ്ചകളുടെ പഴക്കമുണ്ട്. ഈ ആഴ്ചകളുടെ പഴക്കമുണ്ടായിട്ട് ജനവാസ കേന്ദ്രത്തിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് കുട്ടികൾ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും പുലിയെ കാണുന്ന അത്രത്തോളം അടുത്ത് വന്നിരിക്കുകയാണ്. ഇനിയൊരു ദുരന്തം, ഒരു മനുഷ്യജീവൻ കടിച്ചെടുത്തു പോകുന്ന ഒരു ദുരന്തത്തിലേക്ക് എത്തിപ്പെടാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ട് ഗവൺമെൻറ്റും ഗവൺമെൻറ് സംവിധാനങ്ങളും അതുപോലെ വനം വകുപ്പും കൃത്യമായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് നാടിൻ്റെ സുരക്ഷിതത്വവും അതുപോലെ നാട്ടിലെ ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന ഈ സംവിധാനത്തെയും ശാശ്വത പരിഹാരത്തിലൂടെ അതിനെ ഞങ്ങൾ നേരിടണമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രഥമമായ ആവശ്യം. ഈ ആവശ്യം നിറവേറ്റിയില്ല എങ്കിൽ ഞങ്ങൾ സമരരംഗത്ത് ജാതി മത രാഷ്ട്രീയ ഭിന്നതകൾക്കപ്പുറത്ത് ഒത്തുചേർന്നുകൊണ്ട് മുന്നോട്ടിറങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ആ തീരുമാനം എന്ന് പറയുന്നത് അത് തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയില്ല. രാഷ്ട്രീയപരമായിട്ടുള്ള സമ്മർദ്ദം കൊണ്ടോ മറ്റേതെങ്കിലും മുകളിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ടോ തടഞ്ഞു നിർത്താൻ കഴിയുന്നതല്ല. അതിൻ്റെ ഭാഗമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അജണ്ടകൾ ഇവിടെ വിവരിക്കപ്പെടുന്നതാണ്. 1 by 1 ആയിട്ട് അത് വിവരിക്കപ്പെടും. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ പരിപൂർണമായിട്ടുണ്ടാവേണ്ടതുണ്ട്. അടയ്ക്കാത്തോടിൻ്റെ ഏറ്റവും അടുത്ത ടൗൺ എന്ന് പറയുന്നത് കേളകമാണ്. കേളകം വികസിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നതിന് ഭീഷണിയായിട്ടാണ് ഇത്തരം വന്യജീവികളുടെ അക്രമം വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ നേരിടേണ്ടത് നാട്ടുകാരുടെ ആവശ്യമാണ്. അടയ്ക്കാത്തോടുകാരുടെ മാത്രം ആവശ്യമല്ല, നാട്ടുകാരുടെ നാനാജാതി മതസ്ഥരുടെയും ഈ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആൾക്കാരുടെയും ആവശ്യമായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് കേളകം കേന്ദ്രീകരിച്ചു കൊണ്ടിട്ടുള്ള ശക്തമായ സമരമുഖം ഞങ്ങൾ തുറക്കുക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയമില്ല. ഇത് വിജയം കണ്ടെത്തുന്നത് വരെയുമുള്ള പോരാട്ടമാണ് ഈ സംഘം ലക്ഷ്യമിടുന്നത്. ഈ സംഘത്തിൻ്റെ പ്രവർത്തനത്തിന് വളരെയേറെ സഹായകരമായ ഇടപെടലുകൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതാണ്. സംഘം പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ ഇവിടെ പ്രഖ്യാപിക്കുന്നതാണ്. അതനുസരിച്ചിട്ട് നമ്മുടെ പരിപാടികൾ മുമ്പോട്ട് പോകും. ഈ മാസം 12 മുതൽ നമ്മൾ പൊതുജനത്തെ ഭീതിയിലാക്കിക്കൊണ്ട് കടുവയുടെ സാന്നിധ്യം അടയ്ക്കാത്തോട് പ്രദേശത്ത് രൂക്ഷമായ സാഹചര്യമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ വളർന്നു വരുന്ന തലമുറകൾ സ്കൂളിൽ പോകുന്നതിന് വേണ്ടിയിട്ടും ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ ആയിട്ട് വീട് ഇറങ്ങി അധ്വാനിക്കാൻ പോകേണ്ട പല മേഖലകളുണ്ട്. നമുക്കിതിനൊന്നും കഴിയാതെ നമ്മൾ വീട്ടിൽ തന്നെ കൂടുന്നൊരവസ്ഥയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിപ്പോൾ അടയ്ക്കാത്തോട് പ്രദേശത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നിന്നൊരു മാറ്റം വരുന്നതിന് വേണ്ടി വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ കടുവയെ പിടിച്ച് അതിനെ കൂട്ടിലാക്കി അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുകയോ അങ്ങനെ എന്തെങ്കിലുമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് പകരം അവരതിനെ പിടികൂടാതെ ജനങ്ങളെ വെറും പൊട്ടന്മാരാക്കുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കടുവയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഓരോ ദിവസവും സ്പെഷ്യൽ അലവൻസ് കിട്ടുന്നത് കൊണ്ട് എത്ര വൈകിപ്പിക്കാവോ അത്രയും വൈകുന്ന ആ ഒരു പ്രവണതയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ നമ്മൾക്കൊന്ന് പ്രതിഷേധിക്കാൻ പോലും അവസരമില്ലാതെ കർഫ്യൂ നിലനിർത്തിക്കൊണ്ട് ജനങ്ങളെ ഒന്നിപ്പിച്ച് ഒരു പ്രക്ഷോഭ പരിപാടി ചെയ്യാൻ സാധിക്കാത്ത വിധം ഗവൺമെൻറ്റും അധികാര ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ ഇരട്ടത്താപ്പ് നയം അത് അവസാനിപ്പിച്ചില്ല എങ്കിൽ നമ്മൾ അതിശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികളിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരും. അങ്ങനൊരു സാഹചര്യത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്കുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും ഈ വന ഉദ്യോഗസ്ഥരും അധികാര കേന്ദ്രങ്ങളിലുള്ളവരുമായിരിക്കും കാരണക്കാരെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റു കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി ജസ്റ്റിനെ നമ്മുടെ ഇവിടെയുള്ള കടുവയ്ക്ക്
അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞ ദിവസം മണിയാശാൻ പറഞ്ഞ പോലുള്ള ടീമുകളാണെന്ന് ഇവിടുത്തെ കടുവയ്ക്ക് അറിയാം. ആ രീതിയിലാണ് കടുവയുടെ പെരുമാറ്റം. നമ്മുടെ നാട്ടുകാരോട് പറയാനുള്ളത്, നമ്മുടെ മക്കളും കൊച്ചുമക്കളും കളിച്ചു വളരുന്ന ഈ നാട്ടിൽ ഒരു മനുഷ്യ ശവം വീഴാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി നോക്കിയിരിക്കരുത്. നമ്മുടെ മക്കളോ നമ്മുടെ കൊച്ചുമക്കളോ കടുവ ആക്രമണത്തിന്, ആരോഗ്യവാനായ ഒരാളെയാണ് കഴിഞ്ഞ ദിവസം മാനന്തവാടിയിൽ കടുവ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കഴിച്ചത്, അവനെ തിന്നു. നമ്മുടെ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ഈ അവസ്ഥ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടുകാർ മുഴുവൻ ഇതിനു വേണ്ടി ഇറങ്ങണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ആ ശവം ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് തീറ്റിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ നിഷ്ക്രിയമായിട്ടിരുന്നാൽ നിങ്ങളെ കൊണ്ട് അത് ഞങ്ങൾ തീറ്റിക്കാതെ ഇവിടുന്ന് വിടുകയില്ല. ബാക്കിയുള്ളടത്ത് കണ്ടതുപോലുള്ള കാര്യങ്ങളായിരിക്കുകയില്ല ഇവിടെ നിങ്ങൾ ഇനി കാണാൻ പോകുന്നതെന്ന് ഞങ്ങൾ വ്യക്തമായി പറയുകയാണ്. ഇതിനകത്ത് ഞങ്ങൾക്ക് രാഷ്ട്രീയവും മതവും ഒന്നുമില്ല. ഞങ്ങളുടെ നിലനിൽപ്പ് തന്നെയാണ് ഞങ്ങളുടെ പ്രധാനം. ഞങ്ങൾ കഴിഞ്ഞിട്ടേ ഇവിടെ മൃഗങ്ങൾക്ക് ഞങ്ങൾ യാതൊരു അവകാശങ്ങൾ കൊടുക്കുന്നുള്ളൂ. നിങ്ങൾ ടൗണിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇവിടെ AC-യിൽ 10-12 ദിവസമായി AC റൂമിലും 3 സ്റ്റാർ ഹോട്ടലിലും വന്ന് തിന്ന് കൊഴുത്ത് നടക്കുന്നതല്ലാതെ വെടിവെക്കാൻ കടുവ കുണ്ടി കാണിച്ചു കൊടുക്കണമെന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. കടുവയുടെ കൃത്യഭാഗം കണ്ടാൽ മാത്രം വെടിവെക്കാൻ വേണ്ടി യോഗ്യരായിരിക്കുന്ന അല്ലെങ്കിൽ കൃത്യമായ അറിവില്ലാത്ത ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ കൊണ്ട് തള്ളിയിരിക്കുകയാണ്. ഞങ്ങളുടെ കമ്മിറ്റി എടുത്തിരിക്കുന്ന തീരുമാനങ്ങളാണ്: ഒന്ന്, കേരള പഞ്ചായത്തിലെ എല്ലാ ഫോറസ്റ്റ് സ്റ്റേഷനുകളും പോലീസ് സ്റ്റേഷനുകളും പഞ്ചായത്തും റോഡുകളും എയർപോർട്ട് റോഡ് അടക്കം ഞങ്ങൾ അടുത്ത ദിവസം മുതൽ ഉപരോധിക്കും. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ വഴിയിൽ തടയും. അത് മാത്രമല്ല, ജനങ്ങൾ നികുതി കൊടുക്കുന്ന മണ്ണിൽ ഇനി അവരെ കയറാൻ അനുവദിക്കുന്നതുമല്ല. കടുവയുടെ ആക്രമണം മൂലം ഞങ്ങളുടെ കുട്ടികൾക്കോ കുടുംബത്തിനോ എന്തെങ്കിലും സംഭവിച്ചാൽ പ്രതികരിക്കുന്ന രീതി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോ തദ്ദേശ വകുപ്പുകൾക്കോ തടയാൻ കഴിയാത്ത രീതിയിൽ രൂക്ഷമായിരിക്കുമെന്ന് ഞങ്ങൾ അറിയുകയാണ്. കടുവ ആക്രമണം തടയണമെന്നാവശ്യപ്പെട്ട് കാർഷിക സംഘടനയായ KKDS വനം മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും CCF, DFO മുതലായ അധികാരികൾക്കും പരാതി നൽകിയിട്ടും ഇന്ന് ഈ നിമിഷം വരെ കഴിഞ്ഞ 15 ദിവസമായിട്ട് അവരൊരു അന്വേഷണം പോലും ഒരു നടപടിയും എടുത്തിട്ടില്ല. അഞ്ചാമത്തത്, ആവശ്യമില്ലാതെ കർഫ്യൂ പ്രഖ്യാപിച്ച് പേടിത്തൂറികളായ ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കാനാണ് ഇനിയും ശ്രമിക്കുന്നതെങ്കിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഭരണഘടനാ ഭീകരതയ്ക്കെതിരെ ജനങ്ങളെ അണിനിരത്തി പുതിയ സമരമുറകൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്ന ADM ഈ സമയം വരെ സംഭവ സ്ഥലം സന്ദർശിക്കുകയോ ഇവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയോ ചെയ്യാതെ ഉദ്യോഗസ്ഥർ നൽകുന്ന തെറ്റായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും അത് തുടരാനാണ് ഭാവമെങ്കിൽ ജില്ലാ ആസ്ഥാനത്ത് സമരം സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് അടയ്ക്കാത്തോട് ഗ്രാമവാസികൾ തീരുമാനിക്കുന്നതാണ്. 7, കടുവ പ്രശ്നത്തിൽ നിഷ്ക്രിയമായ നിലപാട് സ്വീകരിക്കുന്ന പഞ്ചായത്തിനും മറ്റ് തദ്ദേശ വകുപ്പുകൾക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത് മുന്നറിയിപ്പാണ്. ഞങ്ങൾ എടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം, 8ാമത്തെ തീരുമാനം എന്ന് പറയുന്നത്, ക്ഷമ നശിച്ച അടയ്ക്കാത്തോട്ടിലെ ജനങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നറിയിപ്പായി ഈ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് ജനങ്ങൾ ഓരോരുത്തരും ബഹിഷ്കരിക്കുന്നവർ ഒപ്പിട്ട് ഞങ്ങൾ ഇപ്രാവശ്യത്തെ പാർലമെന്റ് ഇലക്ഷൻ ബഹിഷ്കരിക്കുമെന്ന് ഏകനാമത്തിൽ ഞങ്ങൾ പ്രതിജ്ഞയെടുത്ത് മുന്നേറി അത് ചെയ്തിരിക്കും. ഈ കാര്യത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. ഞങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുന്നുമില്ല. ഇതുവരെ നമ്മുടെ MP ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കൂടാതെ മത്സരിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ MP സ്ഥാനാർത്ഥിമാരും ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. കാരണം എന്ന് കഴിഞ്ഞാൽ എല്ലാവരും രാഷ്ട്രീയ അടിമകളാണ്, അവർ ഞങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യുള്ളൂ എന്നുള്ള ധാർഷ്ട്യത്തിൽ ഈ 15 ദിവസമായിട്ട് ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത ഈ രാഷ്ട്രീയക്കാർക്കെതിരെയുള്ള നിലപാട് കടുപ്പിച്ചുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ഇലക്ഷൻ ഞങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ നിലപാട്. കൂടുതൽ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും. കേരള പഞ്ചായത്തിന്റെ പ്രത്യേക പ്രൊജക്ടുകളാണ് എക്കോ ടൂറിസം എന്ന പേരിൽ നമ്മളിപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് നേതൃത്വവും കേരള ടൂറിസം ഡെവലപ്മെന്റ് അതോറിറ്റിയും നേരിട്ട് നടത്തുന്ന കെറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഘടന വരെ ഇവിടെ ഒരു സൊസൈറ്റി വരെ രൂപീകരിച്ചുകൊണ്ട് കേരളം ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരു സൈഡിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു പ്രശ്നം, കടുവ പ്രശ്നവും ആന പ്രശ്നവും കാണിച്ച് ഇതിനെ ഫോറസ്റ്റുകാര് വളരെ ലാഘവത്തോടെ കണ്ട് ഈ പ്രശ്നം മൂലം ആളുകൾ ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ വികസനത്തിന്റെ ഏറ്റവും പ്രധാനമായി മാറാവുന്ന സാധ്യതയുള്ള ഒരു സംഗതിയാണ് കേരളം ടൂറിസം എന്ന് പറയുന്നത്. ഈ ടൂറിസത്തിന് നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തെ ടൂറിസത്തെ നശിപ്പിക്കാൻ മാത്രമല്ല മറ്റ് പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഞങ്ങൾ കാണുന്നുണ്ട്. ഇതിനൊക്കെ ആസൂത്രിതമായി ചെയ്യുന്നതാണ് എന്ന് പോലും ജനങ്ങൾ സംശയിക്കുന്നുണ്ട്. ജനങ്ങൾ അങ്ങനെ സംശയിച്ചാൽ അതിനെ കുറ്റം പറയാൻ പറ്റത്തില്ല.
ഇല്ല, വയനാട്ടിലും ഇപ്പോൾ അത് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വയനാട്ടിലെ ടൂറിസം മേഖല അവിടുത്തെ കടുവ ആക്രമണവും അതുപോലെ ആനയുടെ ആക്രമണവും മൂലം അവിടുത്തെ റിസോർട്ടുകളൊക്കെ പലതും അടച്ചുപൂട്ടപ്പെട്ടിരിക്കുന്നു. ആളുകൾ ചെല്ലുന്നില്ല. വളരെ ഭീകരമായ അവസ്ഥയാണ്. അതുതന്നെയാണ് കേരളം പഞ്ചായത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ സംശയിക്കുന്നൊരു കാര്യം, ഈ അടയ്ക്കാത്തോട് റോഡിൻ്റെ വികസനം നടത്തുന്നില്ല. റോഡ് ഒന്ന് റീടാർ ചെയ്യാൻ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളത് ഗൂഡല്ലൂരൊക്കെ സംഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ പോലെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഗൂഡല്ലൂർ അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് റോഡുകൾ നന്നാക്കാത്തതിന് കാരണം അവിടുത്തെ വനമേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതേ നിലപാട് തന്നെ കേരളത്തോടും പുലർത്തുന്നു എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട് ഈ സമയത്ത്. കാരണം ഈ നാട് ഞങ്ങളൊക്കെ അറിയാതെ ഫോറസ്റ്റാക്കി മാറ്റാനായിട്ടുള്ളൊരു ശ്രമം, അതുപോലെ തന്നെ ഒരു ജൈവ ആക്രമണം നടത്തുന്നുവെന്നും ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. കാരണം കടുവയൊക്കെ തുറന്നു വിട്ട് ജനങ്ങളെ പേടിപ്പിച്ച് അവിടുന്ന് പുറത്തിയടിക്കുക എന്നൊരു നിലപാട്, അതും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ആരും അറിയാത്ത രീതിയിൽ നടത്തുന്ന ഒരു ശ്രമമായിട്ട് ഞങ്ങൾ കാണുകയാണ്. ഇതൊക്കെ ഞങ്ങൾ ഭീതിപ്പെടുത്തുന്നു. ഞങ്ങൾ അങ്ങനെ കീഴ്പ്പെടുന്ന ആളുകളല്ല. ഞങ്ങൾ അടയ്ക്കാത്തോട് പ്രദേശത്തുള്ളവർ വളരെ ശക്തരാണ്. ഞങ്ങളുടെ പാരമ്പര്യം അങ്ങനെയാണ്. വളരെ ശക്തമായ രീതിയിൽ ഞങ്ങൾ പ്രക്ഷോഭം നടത്തുക തന്നെ ചെയ്യും. ഇതൊരു താക്കീതാണ്. ആദ്യമായിട്ടൊരു അറിയിപ്പ് നൽകാനായിട്ട് ഞങ്ങൾ ജനാധിപത്യപരമായിട്ട് ഞങ്ങൾ മുതിരുന്നതാണ്. ഇനി തുടർന്ന് ഇങ്ങനെ ഞങ്ങളെ പേടിപ്പിക്കാവുന്ന എന്ത് സിറ്റുവേഷൻ ഉണ്ടായാലും ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് തന്നെ ഞങ്ങൾ അവിടുത്തെ ജനങ്ങൾ നീങ്ങും.